ഞാനിപ്പോൾ നിൽക്കുന്നത് ചന്തപ്പുര ഫ്ലൈ ഓവറിൻ്റെ മേലെയാണ് കേട്ടോ. അതായത് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല മുഴുവൻ, അതുകൊണ്ട് ഓപ്പണല്ല. അതായത് ഇങ്ങനെ കിടക്കണം, വിശാലമായി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ വണ്ടിയൊക്കെ റിവ്യൂ ചെയ്യണമെങ്കിലും ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിലൊക്കെ പറ്റിയ ഏരിയയാണ് ഇപ്പോൾ ഇത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേരായി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ CB350RS എടുത്തതെന്ന്, അതുപോലെ എന്താണ് റിവ്യൂ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചു. വണ്ടി എൻ്റെ കയ്യിൽ കണ്ടിട്ട് 1-2 പേര് വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് അഭിപ്രായം പിന്നീട് ചോദിക്കാം. അപ്പോൾ എൻ്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ്, അതായത് ഇപ്പോൾ ഒരു 6000 കിലോമീറ്ററിൻ്റെ അടുത്ത് ആവാറായി, 2ാമത്തെ സർവീസ് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഈ വണ്ടി ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരു 6 മാസം ആവാറായി. അപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് ഞാൻ പറയാം. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇതൊരു സ്ക്രാംബ്ലർ ലുക്ക് മോഡൽ വണ്ടിയാണ്. ഇത് CB350 സീരീസിലെ സ്ക്രാംബ്ലർ മോഡലാണ്. പിന്നെയുള്ള 2 മോഡലുകളാണ് ഹൈനസും പിന്നെ CB350. എനിക്ക് ഈ വണ്ടി മെയിനായിട്ട് ഇഷ്ടപ്പെടാണ്ടായ കാരണം ഈ ഒരു ലുക്കാണ്. ഇതിൻ്റെ വലിയൊരു ടയറും, അതായത് 160 സെക്ഷൻ ടയർ ഈ ഒരു സെഗ്മെൻറ്റിൽ വേറൊരു വണ്ടികൾക്കും ഇല്ല. പക്ഷെ അതിന് കുറച്ച് ഡ്രോബാക്കുകളും ഉണ്ട്, അത് ഞാൻ പറയാം. പിന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് 350cc, അതായത് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 348cc എൻജിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലൊരു 21 അടുത്ത് PS പവറും 30 Nm ടോർക്കുമാണ്. ഇതിൻ്റെ ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് ഒരു ടോൾ ഗിയർ റേഷ്യോ ആണ്. അതുകൊണ്ട് പലർക്കും ഇഷ്ടാവില്ല ചിലപ്പോൾ ഇതിൻ്റെ ഒരു റൈഡിങ് സ്റ്റൈല്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത് ഇതിൻ്റെ മൈലേജാണ് കേട്ടോ. മൈലേജ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ്. 37.6 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 35-36 റേഞ്ചിൽ മൈലേജ് എനിക്ക് റിയൽ ലൈഫിൽ കിട്ടുന്നുണ്ട്. പിന്നെ അഡീഷണലായിട്ട് ഞാൻ ഈ ഒരു വൈസർ വെച്ചിട്ടുണ്ട്. ഈ ഒരു വൈസറിനേക്കാളും ലുക്ക് മാറ്റ് ബ്ലാക്ക് വൈസറുകൾ പുറത്തുനിന്ന് കിട്ടും, അത് വയ്ക്കുന്നതായിരിക്കും ലുക്ക്. ഞാനിത് ആ ടൈമിൽ എനിക്കൊരു വൈസർ ഇല്ലാതെ എന്തൊരു ലുക്കില്ലാത്ത പോലെ തോന്നിയ കാരണം വെച്ചതാണ്. പിന്നെ ഹെഡ് ലാമ്പിൻ്റെ പെർഫോമൻസ് അത്രയ്ക്ക് അങ്ങോട്ട് അടിപൊളിയല്ല, എന്നാലും കുഴപ്പമില്ല, ഒരു എവറേജ് പെർഫോമൻസാണ് കിട്ടുന്നത്. ഇനി വണ്ടി ഓവറോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ഈ വണ്ടി എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഹോണ്ട, ഞാൻ മുമ്പ് ഹോണ്ട യൂണിക്കോൺ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിലയബിലിറ്റിയും കാര്യങ്ങളും എനിക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ CBR 150 ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് എൻ്റെ വണ്ടി ആയിരുന്നില്ല, പക്ഷെ നല്ലത് ഓടിച്ച് നല്ല ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഓപ്ഷൻസ്, ഒന്ന് സ്പീഡ് 400, പിന്നെ രണ്ടാമത് 100 ആയിരുന്നു. പിന്നെ ഗൊറില്ലയിലേക്കൊരു നോട്ടം കൂടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഗൊറില്ല ആയാലും സ്പീഡ് 400 ആയാലും മൈലേജ് എനിക്ക് ഡെയിലി യൂസിന് പറ്റില്ല. മൈലേജ് 25-30 താഴെ എന്തായാലും കിട്ടുള്ളൂ. എനിക്കിത് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. ഞാൻ ഡെയിലി ഓഫീസിൽ പോയി വരാനായാലും എനിക്ക് വലിയ ഇഷ്യൂ ഇല്ല. അപ്പോൾ അതാണ് ഒരു മെയിൻ റീസൺ. പിന്നെ ടോൾ ഗിയർ റേഷ്യോ, ഞാൻ പറഞ്ഞില്ലേ പലർക്കും അത് ഇഷ്ടാവില്ല, പക്ഷേ എനിക്കത് ഭയങ്കര പേഴ്സണലി ഇഷ്ടമാണ്. ടോൾ ഗിയർ റേഷ്യോ ആണ് ഹൈവേയിലൊക്കെ വണ്ടി ഓടിക്കാൻ നല്ലത് എപ്പോഴും ടോൾ ഗിയർ റേഷ്യോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 5th ഗിയർ നമുക്ക് ഹൈവേയിൽ മാത്രം ഉപയോഗിക്കേണ്ടി വരുള്ളൂ. കാരണം 80 above സ്പീഡില്ലാണ്ട് 5th ഗിയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വണ്ടി നോക്കിങ് വരും. ശരിക്കും അതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. 5th ഗിയർ ശരിക്കും ക്രൂസ് ചെയ്യാനുള്ള മാത്രം ഗിയറാണ്. നമുക്ക് സ്പീഡ് കൂട്ടാൻ 4 വരെയുള്ള ഗിയർ ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ ക്രൂസ് ചെയ്യാൻ ആ സ്പീഡിൽ ഇപ്പോൾ 4th ഗിയറിൽ 120 വരെയൊക്കെ കയറും. അത് കഴിഞ്ഞാൽ നമുക്ക് 5th ഗിയർ ആ ഒരു സ്പീഡിൽ ക്രൂസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ഈ വണ്ടിയിൽ ബെറ്റർ ആക്കാൻ പറ്റുമായിരുന്ന കുറച്ച് കാര്യങ്ങൾ, ഒന്നിൽ ടാക്കോമീറ്റർ ഇല്ല. ടാക്കോമീറ്റർ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നേനെ. ലോങ് സ്റ്റോക്ക് എഞ്ചിനുകളിൽ പലതിലും ടാക്കോമീറ്റർ കാണാറില്ല, എങ്കിലും എനിക്ക് ഇതിലൊരു കുറവായി തോന്നി. പിന്നെ ഈ സാരി ഗാർഡ്, ഈ ഹോണ്ട എപ്പോഴും അതേട്ടോ, ഈ സാരി ഗാർഡ് എപ്പോഴും മറ്റേ ഗ്രില്ല് ചെയ്യാൻ പറ്റുന്ന സംഭവമില്ലേ, ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്ന ആ ഒരു സൈസിൽ കൊണ്ടുവന്ന് വയ്ക്കും. അത് ഇത്തിരി വൃത്തികേടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതില്ലെങ്കിൽ ഫൈൻ അടിക്കും. പിന്നെ കുറച്ച് പേര് കംപ്ലൈൻറ്റ് പറയുന്നതാണ് ഈ ഷോർട്ടായിട്ടുള്ള മഡ് ഗാർഡ് കാരണം ഈ സൈഡിലേക്കൊക്കെ ചെളി അടിച്ച് കയറും, ഇവിടെയൊക്കെ ടാങ്കിൻ്റെ അടിയിലേക്ക് കയറും, പിന്നെ നമ്മുടെ കാലുമേലേക്ക് മുട്ടിൻ്റെ മേലേക്ക് വരെ ചെളിയാവാറുണ്ട്. പക്ഷേ ഇവിടെ വേണമെങ്കിൽ എക്സ്റ്റൻഡർ വയ്ക്കാം, ഞാനും വയ്ക്കാതെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇതുവരെ ഞാൻ വയ്ക്കാത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ ലുക്കിനെ അത് ബാധിക്കും. ഈ വണ്ടിയുടെ ഓവറോൾ ലുക്കിൽ അതൊരു കുറവായി വരും. ആ സാധനം കൂടുതൽ വെച്ചാൽ ലുക്ക് കുറവായി വരും. പിന്നെ ബ്രേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. നിസിൻ്റെ കാലിപ്പറാണ് യൂസ് ചെയ്യുന്നത്, വൈബ്ര അല്ല. നല്ല നിസിനും കുഴപ്പമില്ലാത്തതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്രേക്കിംഗ് ബൈറ്റ് ഉണ്ട്. എന്താ പറയുക, പിടിച്ചോടത്ത് വണ്ടി നിൽക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. പിന്നെ ഈ ചങ്കി ടയർ, ഞാൻ പറയില്ലേ, ഈ ടയർ നമുക്ക് ഹൈ സ്പീഡിലൊക്കെ നല്ല സ്റ്റെബിലിറ്റി വരും. MRFൻ്റെ ടയർ ആണെങ്കിൽ പോലും കേട്ടോ. ശരിക്കും MRFൻ്റെ ടയർ അത്ര
നല്ല ടയറെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇതിൽ സ്റ്റെബിലിറ്റി കിട്ടും. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചെരിവുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വണ്ടി ഓടിക്കേണ്ടിയായിരിക്കുക. അപ്പോൾ വണ്ടി ഒരു ചെരിവുള്ള സ്ഥലത്ത് നമ്മൾ വണ്ടി ഇറക്കാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ്, അതായത് ചെരിവ് കുറവുള്ള ഭാഗത്തേക്ക് വണ്ടി ചെരിയുന്നതായിട്ട് ഫീൽ ചെയ്യും. അത് ഇത്രയും എന്താ പറയുക, കോണ്ടാക്റ്റ് റോഡായിട്ട് കൂടുതലുള്ളതുകൊണ്ടാണ്, വീതി കൂടിയ ടയർ ആയതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് എൻ്റെ വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി, സർവീസ് ഇപ്പോൾ സെക്കൻഡ് സർവീസിന് ഒരു 1850 രൂപയായുള്ളൂ. ഫസ്റ്റ് സർവീസിന് ഒരു 1850 രൂപ, ലേബർ ചാർജ് ഫ്രീ ആണ്. അപ്പോൾ 2 സർവീസ് ഫ്രീ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ലേബർ ചാർജ് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 3000 റേഞ്ചിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. പിന്നെ ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ മാറേണ്ടി വരികയാണെങ്കിൽ ആ കോസ്റ്റും കൂടി വരും. ബ്രേക്ക് പാഡ് ഇതുവരെ മാറേണ്ടി വന്നിട്ടില്ല. ചിലർക്കൊക്കെ 10,000 കിലോമീറ്റർ ആകുമ്പോഴത്തേനും ബ്രേക്ക് പാഡ് മാറേണ്ടതായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വോബ്ലിംഗ് ഇഷ്യൂ പലരും പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സെക്കൻഡ് സർവീസിൽ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു കോൺസെപ്റ്റൊക്കെ വീണ്ടും സെറ്റ് ചെയ്ത് വെച്ചെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും വോബ്ലിംഗ് ഇഷ്യൂ ഉണ്ട്. ഒരു 80 കിലോമീറ്റർ അബോവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വോബ്ലിംഗ് അടിക്കും. പക്ഷെ അതൊരു 100ൻ്റെ അടുത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ, പിന്നെ അതിൻ്റെ മേലേക്ക് ഞാൻ കയറ്റിയിട്ടില്ല വണ്ടി. അപ്പോൾ 100ൻ്റെ മേലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് കുറയുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു 80ൽ 5th ഗിയറിൽ പോകുമ്പോഴാണ് ഈ വോബ്ലിംഗ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ടയറിൻ്റെയാണ്, അതായത് MRFൻ്റെ ടയർ. ഇപ്പോൾ നിഞ്ച 300 MRF സ്റ്റോക്ക് ടയർ MRF ആണ് വരുന്നത്. അപ്പോൾ അതിന് ആ ഒരു ഇഷ്യൂ പറഞ്ഞിരുന്നു. അതുപോലെ ഇൻ്റർസെപ്റ്ററിൻ്റെ വോബ്ലിംഗ് ഇഷ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ പല വണ്ടികൾക്കും വോബ്ലിംഗ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതെനിക്ക് വലിയ ഇഷ്യൂ, അതുപോലെ വലിയൊരു പ്രശ്നമായിട്ടുള്ള വോബ്ലിംഗ് ഇല്ല, ചെറിയ രീതിയിലാണ് ഉള്ളത് വോബ്ലിംഗ്. അത് മാനേജബിൾ ആയതുകൊണ്ടാണ് ഞാൻ വലിയ ഇഷ്യൂ ഒന്നും ആക്കാത്തത്. അപ്പോൾ അതാണ് വേറൊരു ഇതിനൊരു നെഗറ്റീവ് ഉള്ളത് ഈ വണ്ടിക്ക്. പിന്നെ ഓവറോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ലോങ് ഒക്കെ പോകുമ്പോൾ അങ്ങനെ ക്ഷീണം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത്തിരി ലീൻ ചെയ്തിരിക്കുന്ന കാരണം ചിലർക്ക് ചിലപ്പോൾ ഈ കൈരത് ഇതിൽ വേദന വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ മറ്റേ ഗ്ലൗസൊക്കെ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഞാൻ ബാഗ് ഇട്ടാണ് വണ്ടി മിക്കപ്പോഴും ഓടിക്കാറുള്ളത്. കാരണം ഇതിൽ ക്യാരിയിങ് കപ്പാസിറ്റി വേറെ ഒന്നുമില്ല. പിന്നെ ടാങ്ക് ബാഗ് അങ്ങനെ വാങ്ങിച്ച് വെക്കണം. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇല്ലാത്ത കാരണം ഷോൾഡർ ബാഗാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊരു ലോങ് ഒക്കെ പോകുമ്പോൾ ഷോൾഡർ ബാഗ് ഇത്തിരി ലൂസാക്കി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പെയിനൊക്കെ വരാറുണ്ട്. അല്ലാതെ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നല്ല സ്മൂത്ത് റൈഡിങ് ആണ്. എന്താ പറയുക, ഒരു 50 ഗിയർ ഒക്കെ ഇട്ടിട്ട് ക്രൂസ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും അറിയാത്ത രീതിയിൽ സിമ്പിളായിട്ട് വണ്ടി പോയിക്കോളും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വേറെ അധികമൊന്നും പറയാനില്ല. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.